ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ബോട്ട് ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ഇയർഫോൺസ് നമ്മളൊക്കെ ഇറക്കുന്ന ബോട്ട് കമ്പനി ഉണ്ടല്ലോ, അവരുടെ വെബ്സൈറ്റ് ഡാറ്റ ബ്രീച്ച് ആയിട്ടുണ്ട്, അതായത് ഹാക്ക് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ 7.5 മില്യൺസ് ഓഫ് ഡാറ്റാസ്, അതായത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് ഫുള്ളി ലീക്കായിട്ട് ഇപ്പോൾ എന്താ പറയുക ഡാർക്ക് വെബിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി പുതിയ ന്യൂസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കും തല്ലിപ്പൊളി ആയിട്ടുള്ള എന്താ പറയുക ഒരു മെയിൻ്റനൻസും സംഭവങ്ങളൊന്നും ചെയ്യാത്ത ഒരു വെബ്സൈറ്റാണ് ഇതെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ബോട്ട്, ഇതുപോലെ ഫയർ ബോൾട്ട്, ഇങ്ങനത്തെ കുറേ കൂതറാന്ന് തന്നെ പറയേണ്ടി വരും. ലോക്കൽ ഇയർഫോൺ ബ്രാൻഡുകൾ ഇന്ത്യയിൽ കുറേ മുളത്തുന്നുണ്ട്. അതായത് അവർ ചൈനയിൽ നിന്ന് സാധനം വാങ്ങിക്കും, റീബ്രാൻഡ് ചെയ്തിട്ട് സാധനം കൊടുക്കും. ബോട്ട് അങ്ങനെ കൊടുത്ത് ഭയങ്കര വലുതായി, ഭയങ്കര പ്രോഫിറ്റായി. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു 50% പ്രൊഡക്ട്സുകളും വേസ്റ്റ് തന്നെ തന്നെ പച്ചക്കെടുത്ത് പറയേണ്ടി വരും. ഫയർ ബോൾട്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നേ ഇല്ല, തന്നെ കൂതറ സാധനമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ അങ്ങനെ റൂൾ ആക്ച്വലി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഫൈനും സംഭവങ്ങളൊക്കെ ഉണ്ട്. RBIയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മുടെ അവരുടെ വെബ്സൈറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഇതിനെതിരെ കേസും സംഭവങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് ആക്ച്വലി ന്യൂസും സംഭവങ്ങളൊക്കെ ഒന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഫോൺസ്, നമ്മുടെ എന്താ പറയുക സാംസങ് S23 ഐഫോൺ നമുക്ക് എങ്ങനെ റേറ്റ് കുറഞ്ഞ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫേക്ക് തമ്മിലൊക്കെ പറഞ്ഞിട്ട്. ഫേക്ക് ഒന്നല്ല, ഓൾറെഡി ഗൂഗിളിലും സംഭവത്തിലൊക്കെ വന്നിരിക്കുന്ന ന്യൂസുകളാണ്. ഫ്ലിപ്കാർട്ടൊക്കെ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന ന്യൂസ് അല്ലാണ്ട് ഞാൻ അടുത്തുണ്ടാക്കിയ ന്യൂസ് ഒന്നല്ല. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആൾക്കാർ വന്ന് കമൻറ്റ് അങ്ങനത്തെ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നല്ലതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ വരിക കേട്ടോ. എന്താ വെച്ചാൽ ചുമ്മാ വെറുതെ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ട് വെറുതെ എന്താ പറയുക ചുമ്മാ ഡയലോഗ് അടിച്ച് പോകാനായിട്ട് മുമ്പ് ആദ്യം വന്നത് ശരിയാണോ എന്താണെന്ന് തപ്പി നോക്കാം. നിങ്ങൾക്ക് കയ്യിൽ ഗൂഗിളുണ്ടല്ലോ, അതിലെല്ലാം നോക്കാം. എന്നിട്ട് മാത്രം വന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഷോപ്പിഫൈ ഗൈ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഹാക്കറാണ് ആക്ച്വലി ഇതിനെ ഹാക്ക് ചെയ്തേക്കുന്നതും ബ്രീച്ച് അയക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഡാർക്ക് വെബിൽ കൊണ്ടുപോയി വിറ്റേക്കുന്നതും, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ലീക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ ID, അതുപോലെ തന്നെ നമുക്ക് അതിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്തെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ അത് ഭാഗ്യത്തിന് ഞാൻ 2-3 പ്രൊഡക്ട്സ് ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ സൈറ്റിൽ നിന്ന്. അതിൽ ഞാൻ പേയ്മെൻറ്റ് മെത്തേഡൊന്നും ഇട്ടിട്ടില്ല, അതന്നെ ഭാഗ്യം. പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചോർന്നുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ തന്നെയാണ്, ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. ആക്ച്വലി ഇതിനൊരു കംപ്ലൈൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതിനെതിരെ എന്താ പറയുക ആരൊക്കെയോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. എന്താ വെച്ചാൽ അതിൻ്റെ കമ്പനീൻ്റെ ട്രസ്റ്റിന് ഇതിനൊക്കെയാണല്ലോ ഇത് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരും കമ്പനി സൈറ്റിൽ നിന്നൊന്നും വാങ്ങിക്കില്ല, ബോധമുള്ളവരൊന്നും ആരും വാങ്ങിക്കില്ല. അത് അങ്ങനെ എടുത്ത് പറയേണ്ടി വരും. പിന്നെ certainly any data breach is in violation of regulations and there can be financial penalties ഉണ്ടോ. ആക്ച്വലി ഇങ്ങനെ ഡാറ്റ ബ്രീച്ചും സംഭവങ്ങളൊക്കെ ഒഫീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ ബാങ്ക് സൈറ്റ് അല്ലെങ്കിൽ സംഭവത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് എന്തൊക്കെ പോയിന്റെന്ന് ഇവർ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ട് റിപ്ലൈ 10 എന്നൊക്കെ ഇതിനെതിരെ കേസ് എന്താ പറയുക, ഇതിനെതിരെ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഒരു കാര്യമില്ല, എല്ലാം പോയില്ലേ. ഇതിന് എന്തൊക്കെയാ ആൾക്കാരുടെ എന്തൊക്കെയാണ് പോയിക്കുന്നത്? അഡ്രസ്സ്, നെയിം, ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്സ്, കസ്റ്റമർ IDs, അതുപോലെ തന്നെ അതർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും. അപ്പോൾ ഓവറോൾ എല്ലാം പോയിട്ടുണ്ട്. ഇതെല്ലാം അതിൽ ഉള്ളവരുടെ പ്രൊഫൈലുള്ളവരെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് കാർഡൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. നിങ്ങൾക്കറിയാം ഫോൺ നമ്പേഴ്സ് പോയി കഴിഞ്ഞാലും പണിയാണ്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ പുതിയ എടുത്ത ഫോൺ നമ്പറിൽ വരെ നമുക്ക് അടുത്ത ദിവസം തൊട്ട് പൊരിഞ്ഞ ഫ്രോഡ് കോളുകളാണ്, ഫ്രോഡും ഫേക്കും മാർക്കറ്റിംഗ് കോൾസുകളാണ്. അപ്പോൾ ഇതെവിടെ നിന്ന് അതൊക്കെ കിട്ടണം? ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ന്യൂസും സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ മെയിൻ 2 ചാനൽ കാണുന്നവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ഒരു ഇൻഫോർമേറ്റീവ് ചാനലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അടുത്ത കാണാം. ബൈ.